ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമുദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. മഹാപുരാണ ലക്ഷണങ്ങളായ ഇവയിൽ ഊതി അഥവാ കർമ്മവാസനകളെ ഉദാഹരിക്കുന്ന സപ്തമസ്കന്ധമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. തുടർന്ന് അഷ്ടമസ്കന്ധം മന്വന്തരങ്ങളെ വർണ്ണിക്കുന്നു. ഒന്നാമത്തെ അധ്യായം മനു പരമ്പരയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. സ്വായംഭുവ മനുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട മഹാത്മാക്കളുടെയും പുണ്യകഥകൾ ശിശുകബ്രഹ്മർഷി പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീടുള്ള കഥകൾ കേൾക്കാനായി പരീക്ഷിത്ത് കാതോർത്തിരുന്നു. ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതുമായ മന്വന്തരങ്ങളുടെ ഭഗവാന്റെ ലീലകൾ വിസ്തരിച്ച് കേൾപ്പിക്കണം എന്ന് പരീക്ഷിത്ത് അപേക്ഷിച്ചു. ഈ അഭ്യർത്ഥനയെ മാനിച്ച് ശിശുകൻ പറയാൻ ആരംഭിച്ചു. ഈ കൽപ്പത്തിൽ 6 മനുക്കളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ മനു സ്വായംഭുവ മനുവാണ്, ബ്രഹ്മാവിൻ്റെ പുത്രൻ. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ 2 പുത്രന്മാരും ആകൂതി, പ്രസൂതി, ദേവഹൂതി എന്നീ പുത്രിമാരും അവരുടെ വംശപരമ്പരയും. അതിൽ കപിലദേവന്റെ ആത്മോപദേശത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചു കഴിഞ്ഞു. 7ാമത്തെ മന്വന്തരമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യത്തെ മന്വന്തരത്തിൽ ദേവന്മാർ, ഋഷികൾ എന്നിവരുടെ ഉൽപ്പത്തിയെക്കുറിച്ചും തൃതീയ സ്കന്ധത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ ആകൂതിയിൽ യജ്ഞൻ എന്ന പേരിലും ദേവഹൂതിയിൽ കപിലൻ എന്ന പേരിലും ഭഗവാൻ അവതരിച്ചു. യജ്ഞൻ്റെ അവതാരോദ്ദേശ്യം ധർമ്മോപദേശമാണെങ്കിൽ കപിലൻ പിറന്നത് ജ്ഞാനോപദേശം നൽകാനാണ്. കപിലൻ മാതാവായ ദേവഹൂതിക്ക് നൽകിയ ജ്ഞാനോപദേശം തൃതീയ സ്കന്ധത്തിൽ വിസ്തരിച്ച് പറഞ്ഞിരുന്നു. ഇനി പറയാനുള്ളത് യജ്ഞഭഗവാന്റെ ലീലകളെക്കുറിച്ചാണ്. കാമഭോഗങ്ങളിൽ വൈരാഗ്യം വന്ന സ്വയംഭുവമനു രാജ്യം ഉപേക്ഷിച്ച് പത്നിയായ ശതരൂപ ദേവിയോടുകൂടി തപസ്സിനായി വനത്തിലേക്ക് പോയി. അവിടെ സുനന്ദാ നദിയുടെ തീരത്ത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് 100 വർഷം കഠിന തപം ചെയ്തു. താൻ അനുഭവിച്ച ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് സ്വയംഭൂമനു വാചാലനാകുന്നു. ഏതൊരു ചൈതന്യമാണോ ഈ ലോകം മുഴുവൻ ചൈതന്യമുള്ളതാക്കി തീർക്കുന്നത്, സ്വയം പ്രകാശിക്കുന്ന സർവസാക്ഷിയായ ആ പരമാത്മ ചൈതന്യത്തെ ആരും അറിയുന്നില്ല. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ആ ഈശ്വരനെ ആരും കാണുന്നില്ല. സർവവും ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കി അവനവന് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് അന്യരുടെ ധനം
കാക്ഷിക്കാതെ ജീവിക്കുകയാണ് വേണ്ടത്. സർവസാക്ഷിയായ പരമാത്മാവിനെ ജീവന് കാണാൻ കഴിയില്ല. എന്നാൽ ഈശ്വരൻ്റെ ജ്ഞാനദൃഷ്ടിക്ക് ഒരിക്കലും മറവില്ല. സകലരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും ജീവൻ്റെ സുഹൃത്തുമായ ആ ദേവനെ ഭജിക്കൂ. ഭഗവാന് ആദിമധ്യ അന്തങ്ങളില്ല. തൻ്റേത് അന്യൻ്റേത് എന്ന ഭേദമില്ല. അകവും പുറവും ഇല്ല. പ്രപഞ്ചവസ്തുക്കളെല്ലാം ഈശ്വരനിൽ നിന്നുണ്ടാകുന്നു. പ്രപഞ്ചവസ്തുക്കളായി വിളങ്ങുന്നതും ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ്റെ മായ കൊണ്ട് സൃഷ്ടിയാദികൾ സംഭവിക്കുന്നു. ഋഷിമാർ ജ്ഞാനം കൊണ്ട് മായയെ തള്ളിക്കളഞ്ഞ് സർവകർമ്മങ്ങളിൽ നിന്നും നിവൃത്തരായി ഇരിക്കുന്നു. അതിനാൽ കർമ്മവാസനകൾ നശിക്കാനായി നിഷ്കാമകർമ്മം ചെയ്യുന്നു. ഈശ്വരാർപ്പണമായും ഫലം കാക്ഷിക്കാതെയും കർമ്മം ചെയ്താൽ കർമ്മവാസനകൾ നശിച്ച് ജീവൻ മുക്തനായിത്തീരും. അതുകൊണ്ടാണ് ഋഷിമാർ കർമ്മബദ്ധരായിത്തീരാത്തത്. അവർ ആത്മാനന്ദത്തിൽ സദാ മുഴുകിക്കഴിയുന്നു. സർവ അന്തര്യാമിയും നിസ്സംഗനും ആത്മാരാമനും സ്വയം പ്രകാശിക്കുന്നവനും ആദിമധ്യാന്തങ്ങളില്ലാത്തവനും സർവവ്യാപിയും സർവേശ്വരനുമായ ഭഗവാനെ ഒരാഗ്രഹവും ഇല്ലാത്ത ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ധ്യാനമഗ്നനായ മനുവിനെ ഭക്ഷിക്കാനായി അസുരന്മാരും രാക്ഷസന്മാരും അരികത്തണഞ്ഞു. എന്നാൽ ഭഗവാൻ യജ്ഞമൂർത്തിയായി അവതരിച്ച് യാമന്മാരായ ദേവന്മാരോടുകൂടി വന്ന് അവരെ നിഗ്രഹിച്ച് സ്വയംഭുവ മനുവിനെ രക്ഷിച്ചു. ഓരോ മന്വന്തരത്തിലും മനുപുത്രന്മാർ, ദേവന്മാർ, ഇന്ദ്രൻ, സപ്തർഷികൾ, ഭഗവാന്റെ അവതാരം എല്ലാം വെവ്വേറെയാണ്. ഒന്നാമത്തെ മനു സ്വയംഭൂമനു എന്ന് പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് പ്രിയവർദ്ധനും ഉത്താനപാദനും. യാമൻ മുതലായവർ ആ മന്വന്തരത്തിലെ ദേവന്മാർ. യജ്ഞൻ തന്നെയാണ് ആ മന്വന്തരത്തിലെ ഇന്ദ്രൻ. ഭഗവാന്റെ അവതാരവും യജ്ഞൻ തന്നെ. മരീചി, ആത്രി തുടങ്ങിയവരാണ് സപ്തർഷികൾ. അഗ്നിയുടെ പുത്രനായ സ്വാരോജിഷനാണ് രണ്ടാമത്തെ മനു. സുഷേണൻ, രോജിഷ്മാൻ എന്നിവർ പുത്രന്മാർ. രോചനൻ ആ മന്വന്തരത്തിലെ ഇന്ദ്രനാണ്. തുഷിതൻ, തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, യുധ്മൻ, കവി, വിഭു, സ്വന്നൻ, രോചനൻ ഇങ്ങനെയുള്ള ദേവന്മാർ. ഊർജൻ, സ്തംഭൻ, പ്രാണൻ, ബൃഹസ്പതി, ദത്തൻ, അത്രി, ച്യവനൻ എന്നിവർ സപ്തർഷികൾ. എപ്പോഴും വേദോച്ചാരണം ചെയ്യുന്നവരാണവർ. വേദശിരസ് എന്ന ഋഷിയുടെ പത്നിയാണ് തുഷിത. അവരുടെ പുത്രനായി ഭഗവാൻ വിഭു എന്ന പേരിൽ അവതരിച്ചു. നൈഷ്ഠിക ബ്രഹ്മചാരികളായ 80,000 മുനികൾ വിഭുവിന് ശിഷ്യന്മാരായി ഉണ്ടായി. മൂന്നാമത്തെ മനു പ്രിയവ്രതപുത്രനായ ഉത്തമനാണ്. നാലാമത്തെ മനു പ്രിയവ്രതൻ്റെ തന്നെ മറ്റൊരു പുത്രനായ താമസൻ. അങ്ങനെ 3ഉം 4ഉം മന്വന്തരത്തിലെ ഇന്ദ്രൻ, സപ്തർഷിക, ദേവന്മാർ, ഭാഗവത അവതാരം എന്നിവ വിവരിച്ച് പറഞ്ഞു വരവേ താമസ മന്വന്തരത്തിൽ ഭഗവാൻ ഹരിമേധസ്സിൻ്റെയും ഹരിണിയുടെയും പുത്രനായി ഹരി എന്ന പേരിൽ അവതരിച്ചു എന്ന് പറഞ്ഞു.
ആ ഭഗവാനാണ് ഗജേന്ദ്രനെ മുതലയിൽ നിന്ന് രക്ഷിച്ചത് എന്നും സൂചിപ്പിച്ചു. അത് കേട്ട പരീക്ഷിത്ത് മുതലയുടെ പിടിയിൽ നിന്ന് ഗജേന്ദ്രനെ ഭഗവാൻ രക്ഷിച്ച കഥ വിസ്തരിച്ച് കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഭഗവാന്റെ കഥകളെല്ലാം പുണ്യത്തെ വളർത്തുന്നവയാണ്, സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നവയാണ്, മോക്ഷാനുഭൂതിയെ സാധിപ്പിക്കുന്നവയാണ്. അതിനാൽ ഗജേന്ദ്ര മോക്ഷകഥ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നായി. ഭഗവത് കഥ കേൾക്കാനുള്ള രാജാവിൻ്റെ ആഗ്രഹത്തെ പ്രശംസിച്ചുകൊണ്ട് ശ്രീശുകൻ ഗജേന്ദ്രമോക്ഷം കഥ വിസ്തരിച്ച് പറയാൻ ആരംഭിച്ചു. മഹാരാജാവേ, പാൽക്കടലിൻ്റെ മധ്യത്തിൽ ത്രികൂടം എന്നൊരു പർവ്വതമുണ്ട്. 10,000 യോജനയാണ് അതിൻ്റെ ഉയരം. അതിൽ സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവയുടെ വർണ്ണത്തിലുള്ള 3 കൊടുമുടികളുണ്ട്. ആ ശിഖരങ്ങൾ പലവിധത്തിലുള്ള രത്നങ്ങളുടെയും ധാതുക്കളുടെയും കലവറയാണ്. നാനാതരത്തിലുള്ള വൃക്ഷലതാദികളാലും നദീപ്രവാഹത്താലും മനോഹരമാണ് ആ പർവ്വതം. പർവ്വതത്തിൻ്റെ അടിഭാഗം പാൽക്കടൽ തിരകളാൽ കഴുകപ്പെടുന്നു. പച്ചരത്നങ്ങളാൽ ഭൂമിയെ ശ്യാമളവർണ്ണമാക്കിയിട്ടുണ്ട് ത്രികൂടം. അവിടെ സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ, കിന്നരന്മാർ മുതലായവരുടെ വിഹാരരംഗങ്ങളായ ഗുഹകളുണ്ടായിരുന്നു. അതിൻ്റെ താഴ്വരയിൽ പലവിധ വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്നു. ദേവസ്ത്രീകളുടെ സ്നാനത്താൽ സുഗന്ധിയായ ജലബിന്ദുക്കളോടുകൂടി വീശുന്ന മന്ദമാരുതൻ ത്രികൂടത്തിൻ്റെ ജലസ്രോതസ്സുകളെ പുളകം കൊള്ളിക്കുന്നു. ത്രികൂടത്തിൻ്റെ താഴ്വാരത്ത് ദേവസ്ത്രീകളുടെ വിഹാര രംഗമായിട്ട് ഒരു ഉദ്യാനമുണ്ട്, ഋതുമത് എന്ന ഉദ്യാനം. അവിടെ മന്ദാരം, പാരിജാതം, പാടലം, അശോകൻ, ചെമ്പകം, തേന്മാവ്, പ്ലാവ്, മാവ്, അമ്പഴം, കവുങ്ങ്, തെങ്ങ്, ഈത്ത, മാതളം, ഇലിപ്പ, പൈൻ, കരിമ്പന, തമാലം, വേങ്ങ, നെറുമരുത്, ഉറിഞ്ചി, അത്തി, ഇത്തി, പേരാൽ, മുരിക്ക്, ചന്ദനം, വന്യമരം, കരവീരം, ചരളം, ദേവതാരം, മുന്തിരി, കരിമ്പ്, വാഴ, ഞാവൽ, ഇലന്ത, താന്നി, കടുക്കമരം, നെല്ലി, കൂവളം, വിളാർമരം, നാരകം, ചേര് എന്നിവയെല്ലാം വളർന്നിരുന്നു. അവയുടെ മധ്യത്തിൽ സ്വർണ്ണ താമരകൾ വികസിച്ചു നിൽക്കുന്ന അതിമനോഹരമായ ഒരു സരസ്സുമുണ്ട്. ആമ്പൽ, നീലത്താമര, കരിങ്കൂവളം, ചെന്താമര മുതലായ പുഷ്പങ്ങൾ തടാകത്തിൽ ധാരാളം വിടർന്നു നിൽക്കുന്നു. മത്തഭൃംഗങ്ങളുടെ മുരൾച്ചയും കിളികളുടെ കളകൂജനവും കൊണ്ട് മുഖരിതമാണ് ആ പ്രദേശം. അരയന്നം, ചക്രവാകം, കാരണ്ടവം, കുളക്കോഴി, പൊന്മ, നത്ത് എന്നിവയുടെ നാദം അവിടെങ്ങും കേൾക്കാം. മത്സ്യങ്ങളുടെയും കൂർമ്മങ്ങളുടെയും സഞ്ചാരത്താൽ ഇളകുന്ന താമരപ്പൂക്കളിൽ നിന്ന് പതിക്കുന്ന പൂമ്പൊടി ജലത്തിൻ്റെ ഉപരിഭാഗത്ത് പാറിക്കളിക്കുന്നു. തടാകത്തിൻ്റെ തീരപ്രദേശത്ത് കടമ്പുവള്ളി, ആറ്റുവഞ്ഞി, രാമച്ചം, നീലക്കടമ്പ് എന്നിവ വളരുന്നു. വള്ളിക്കുടിലുകളുമുണ്ട്. മുല്ല, കുറിഞ്ഞി, അശോകം, വാക, കുടകപ്പാല, ഓടൽ, ചേമന്തി, മഞ്ഞക്കുറുമുഴി, നാഗം, പുന്നാഗം, പിച്ചകം, സ്ഥലപത്മം എന്നിവകളാൽ നയനമനോഹരമാക്കപ്പെട്ട സരസിൻ്റെ തീരപ്രദേശം. അവിടെ
ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വാരത്ത്, ആ വനപ്രദേശത്ത് അതിശക്തനായ ഒരാന താമസിച്ചിരുന്നു. അവിടുത്തെ ആനകളുടെ എല്ലാം നേതാവ്. ആ ഗജേന്ദ്രൻ്റെ ഗന്ധം മതി സിംഹം, പുലി, കരടി, കണ്ടാമൃഗം, കാട്ടുപോത്ത്, മുള്ളൻ പന്നി, ചെന്നായ മുതലായ മൃഗങ്ങളെയും രാജവെമ്പാലയെപ്പോലുള്ള ഘോര സർപ്പങ്ങളെയും വിരട്ടി അകറ്റാൻ. എന്നാൽ മാൻ, മുയൽ മുതലായ സാധു മൃഗങ്ങൾക്ക് ഗജേന്ദ്രൻ രക്ഷയായിരുന്നു. അവരവിടെ ഭയരഹിതരായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം മധ്യാഹ്നം വെയിൽ ചൂടുകൊണ്ട് ദാഹം സഹിക്കാതെ ഈ ഗജേന്ദ്രനും മറ്റാനകളും ഉദ്യാന സരസിലിറങ്ങി വെള്ളം മുക്കി ദേഹത്തൊഴിക്കാനും കുടിക്കാനും തുടങ്ങി. ഗജേന്ദ്രൻ തുമ്പിക്കൈ കൊണ്ട് വെള്ളം കോരി ആനക്കുട്ടികളെ കുളിപ്പിച്ചും കളിപ്പിച്ചും കുടിപ്പിച്ചും രസിച്ചുകൊണ്ടിരുന്നു. ആനകളെല്ലാം ആനന്ദത്തിമർപ്പിൽ ആറാടുകയായിരുന്നു. ആ സമയത്ത് വലിയ ഒരു മുതല ഗജേന്ദ്രൻ്റെ പിൻകാലിന്മേൽ കടിച്ചു. ആന അതിശക്തനാണ്. മുതലയിൽ നിന്ന് രക്ഷപ്പെടാൻ ആന കാൽ വലിച്ചു. പക്ഷെ സാധിച്ചില്ല. മുതല വെള്ളത്തിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആനത്തലവനെ മറ്റാനകൾ ചേർന്ന് രക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നിട്ടും സാധിച്ചില്ല. എല്ലാ ശ്രമങ്ങളും വിഫലമായതേ ഉള്ളൂ. ആ കൂട്ടാനകളും പിടിയാനകളും ഒപ്പം കുട്ടിയാനകളും നമ്മുടെ ആനത്തലവന് ഇങ്ങനെ ഒരു ഗതി വന്നുവല്ലോ എന്ന് ഓർത്ത് വിലപിക്കാൻ തുടങ്ങി. ക്രമേണ അവർ ഓരോരുത്തരായി അവിടെ നിന്ന് പിന്മാറി തുടങ്ങി. പിന്നീട് ഗജേന്ദ്രൻ തനിച്ചായി. സ്വന്തം ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആന മുകളിലോട്ടും മുതല കീഴ്പോട്ടും ബലം പ്രയോഗിച്ചത് കുറച്ചൊന്നുമല്ല. അങ്ങനെ 1000 സംവത്സരങ്ങൾ പിന്നിട്ടു. ആനയുടെയും മുതലയുടെയും ശക്തി കണ്ട് ദേവന്മാർക്ക് പോലും അത്ഭുതം കൂറി. ക്രമേണ ആനയുടെ ശക്തി കുറഞ്ഞു തുടങ്ങി. ആന കരയിലെ ജീവിയാണല്ലോ. ജലത്തിലെ ജീവിതം അതിന് പറ്റാത്തതല്ലേ. എന്നാൽ മുതല ജലജീവിയാണെന്നതിനാൽ അതിന് ശക്തി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത ആപത്താണ് വന്നു ഭവിച്ചിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തൻ്റെ ഈ ആപൽഘട്ടത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു വഴി? ഉള്ളിൽ തട്ടി ആലോചിച്ചു. തൻ്റെ കൂട്ടുകാരായ ആനകൾക്കൊന്നും തന്നെ രക്ഷിക്കാനായില്ല. പിടിയാനകൾ അബലകളും. തൻ്റെ പൂർവജന്മ കർമ്മഫലമാണ് മുതലയുടെ രൂപത്തിൽ വന്ന് കാലിൽ പിടികൂടിയിരിക്കുന്നത്. ആവട്ടെ, ഞാൻ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർക്ക് പോലും അഭയതനായ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. തന്നെ ആശ്രയിച്ച ഭക്തനെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കാലസർപ്പത്തിൽ നിന്ന് പോലും രക്ഷിക്കുന്നത് യാതൊരു കരുണാമയനാണോ? മൃത്യുദേവത പോലും ആരെ ഭയപ്പെട്ടുകൊണ്ടാണോ സംഹാരക്രിയകളിൽ സദാ മുഴുകിയിരിക്കുന്നത്? പരമാത്മാവായ ആ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ സർവാത്മന ഈശ്വരനെ ശരണം പ്രാപിച്ചുകൊണ്ട് മനസ്സിനെ ഹൃദയത്തിൽ ഒതുക്കി പൂർവജന്മത്തിൽ അഭ്യസിച്ചിരുന്ന അതിശ്രേഷ്ഠമായ മന്ത്രങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നു.
ആ മന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. യാതൊരുവനിൽ നിന്ന് ഈ ദേഹേന്ദ്രിയാദി സംഘാതം ചൈതന്യം നിറഞ്ഞതായിത്തീരുന്നുവോ, ദേഹാദികളിൽ കാരണത്വേന പ്രകാശിച്ചിരിക്കുന്നവനും പ്രകൃതി പുരുഷ സ്വരൂപമായി വർത്തിക്കുന്നവനും സർവോപരി സ്വതന്ത്രനും സർവ ഐശ്വര്യ സമ്പൂർണനുമായ ആ പ്രണവ സ്വരൂപന് അഭിധ്യാനത്താൽ ഇതാ നമസ്കാരം അർപ്പിക്കുന്നു. ഗജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മുതലയുടെ പിടിയിലായതിനാൽ ശരീരം കൊണ്ട് നമസ്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ധ്യാനം കൊണ്ട്, മനസ്സുകൊണ്ട് ഗജേന്ദ്രൻ ഭഗവാനെ നമസ്കരിക്കുന്നു. ഈ വിശ്വം യാതൊരുവനാകുന്ന അധിഷ്ഠാനത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ, ഈ വിശ്വം യാതൊരുവനാകുന്ന ഉപാദാന കാരണത്തിൽ നിന്ന് ഉണ്ടായതാണോ, ഈ വിശ്വം യാതൊരുവനാവുന്ന കർത്താവിനാൽ ഉണ്ടാക്കപ്പെട്ടതാണോ, ഈ വിശ്വം യാതൊരുവൻ തന്നെയാകുന്നുവോ, യാതൊരുവൻ ഈ സ്ഥൂലമായ കാര്യപ്രപഞ്ചത്തിൽ നിന്നും ആ സൂക്ഷ്മമായ കാരണസത്തയിൽ നിന്നും അതീതനായി വർത്തിക്കുന്നുവോ, അങ്ങനെയുള്ള സ്വയം സംസിദ്ധനായ വിശ്വകാരണാത്മാവിനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. യാതൊരുവൻ സ്വസ്വരൂപത്തിൽ തൻ്റെ മായാവൈഭവത്താൽ ഏർപ്പെടുത്തപ്പെട്ടതും ചിലപ്പോൾ സൃഷ്ടികാലങ്ങളിൽ വ്യക്തീഭവിച്ചതും ചിലപ്പോൾ പ്രളയകാലങ്ങളിൽ മൂലപ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്നതുമായ ഈ വിശ്വത്തെ കോട്ടം തട്ടാതെ നേട്ടത്തോടുകൂടിയ സാക്ഷിയായി വർത്തിച്ച് ആ വ്യക്തവും അവ്യക്തവുമായ രണ്ട് വിധം വിശ്വത്തെയും നിരീക്ഷിക്കുന്നുവോ, തനിക്ക് താൻ തന്നെ മുരടായി നിൽക്കുന്ന സ്വയം പ്രകാശമുള്ളവനും വസ്തുപ്രകാശത്വം കൊണ്ട് ശ്രേഷ്ഠമായ ചക്ഷുരാദിയേക്കാൾ ശ്രേഷ്ഠനുമായ ആ സർവേശ്വരൻ എന്നെ രക്ഷിക്കട്ടെ. ഈശ്വരൻ കാലാതീതനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പരമമംഗളമായ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന മഹാത്മാക്കൾ മനനശീലരായി ഭവിച്ച് തപോനുഷ്ഠാനങ്ങളിൽ അതീവ നിഷ്കർഷതയോടെ ആരെയാണോ മനസ്സിൽ ചേർത്ത് വച്ചിരിക്കുന്നത് ആ ഭഗവാൻ എനിക്ക് ആശ്രയമായി ഭവിക്കട്ടെ. ജന്മമോ കർമ്മമോ ഇല്ല, നാമരൂപങ്ങളോ ഗുണദോഷങ്ങളോ ഇല്ല. എന്നിരുന്നാലും ലോകസൃഷ്ടിക്കും സംഹാരത്തിനും വേണ്ടി ജന്മാദികളെ കാലാനുസൃതം സ്വീകരിക്കുന്ന ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. തന്നാൽ തന്നെ പരാപേക്ഷ കൂടാതെ പ്രകാശിക്കുന്നവനും സാക്ഷിയായിരുന്ന് മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്നവനും ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്നവനും ആയ സർവേശ്വരന് നമസ്കാരം. ശാന്തസ്വരൂപനും ഉഗ്രരൂപനും തിരോഹിതരൂപനും ആയി ഭവിച്ച് സത്വരജസ്തമോ ഗുണങ്ങളുടെ ധർമ്മങ്ങളെ അനുകരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. ഭേദരഹിതനും സമത്വാധിഷ്ഠിതനുമായ ചൈതന്യസ്വരൂപനെ നമസ്കരിക്കുന്നു. സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളാൽ അരണി കൊണ്ട് അഗ്നി എന്ന പോലെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപൻ, വേദത്തിലെ വിധി നിഷേധങ്ങൾക്ക് പോലും അതീതരായുള്ള ജ്ഞാനികളിൽ സ്വയം പ്രകാശിക്കുന്നവൻ, ശരണം പ്രാപിക്കുന്ന നിമിഷത്തിൽ ഏതൊരജ്ഞാനിയുടെ പോലും അജ്ഞാന ബന്ധത്തെ അകറ്റുന്നവൻ, അപാരമായ കാരുണ്യമുള്ളവൻ, ഭക്ത പരിപാലനത്തിൽ യാതൊരു മടിയും കാട്ടാത്തവൻ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവസ്വരൂപേണ വിളങ്ങുന്നവൻ, പരബ്രഹ്മ സ്വരൂപി ഭഗവാനെ
അങ്ങയെ ഇങ്ങനെയൊക്കെ കണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങനെയെല്ലാം ഉള്ള ഭഗവാൻ സർവോത്കർഷേണ വർത്തിക്കട്ടെ. ഭഗവാനെ, മുതലയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ആനയുടെ ശരീരത്തിൽ കുറച്ചു കാലം കൂടി ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അകത്ത് അവിദ്യ കൊണ്ടും പുറത്ത് ശബ്ദാദി വിഷയങ്ങളെ കൊണ്ടും ആത്മസ്വരൂപം മറയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം തനിക്ക് ഒരു തരത്തിലും പ്രയോജനപ്രദമല്ല. ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് കാലം എത്ര കഴിഞ്ഞാലും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് അജ്ഞാനത്തിൽ നിന്നുള്ള മോചനമാണ്, മുതലയിൽ നിന്നുള്ള മോചനമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പരമപ്രാപ്യസ്ഥാനവും പരബ്രഹ്മ സ്വരൂപിയുമായ ഭഗവാനെ വീണ്ടും 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 നമസ്കരിച്ചു. ഏതൊരു ഭഗവാന്റെ മായയിൽ നിന്നുണ്ടായ അഹങ്കാരം കൊണ്ടാണോ ജീവന്മാർ ആത്മസ്വരൂപത്തെ അറിയാത്തത്, ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത മഹാത്മ്യത്തോടു കൂടിയ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നുകൂടി ഗജേന്ദ്രൻ നിർവിശേഷ സ്വരൂപിയായ നിർഗുണ ബ്രഹ്മത്തെ വർണ്ണിച്ച് സ്തുതിച്ചു. ബ്രഹ്മാദിദേവന്മാരാരും അവിടേക്ക് എത്തിയില്ല. എന്നാൽ സർവദേവതാസ്വരൂപിയായ ശ്രീഹരി ഉടനെ അവിടെ പ്രത്യക്ഷനാവുകയും ഗജേന്ദ്രൻ്റെ ദയനീയാവസ്ഥ കണ്ടറിഞ്ഞ് ആ ഭക്തി നിർഭരമായ സ്തോത്രം കേട്ട് മനസ്സരിഞ്ഞ് ചക്രായുധധാരിയായി ഗരുഡാരൂഢനായി ആ സരസിന് മുകളിൽ എഴുന്നള്ളി നിൽക്കുകയും ചെയ്തു. അതിശക്തനായ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ വെള്ളത്തിലേക്ക് താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗജേന്ദ്രൻ ചക്രായുധധാരിയായ തൻ്റെ രക്ഷയ്ക്കായി എത്തിയ ഭഗവാനെ കണ്ടു. ഭക്തിപരവശനായി നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ, നാരായണ അഖിലഗുരു ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തുമ്പിക്കൈയാൽ ഉയർത്തിപ്പിടിച്ച താമരപ്പൂവ് കൊണ്ട് ഭഗവാനെ അർച്ചിച്ചു. ഗജേന്ദ്രൻ്റെ വിഷമം കണ്ട് കാരുണ്യത്താൽ മനസ്സലിഞ്ഞ ഭഗവാൻ ഗരുഡൻ്റെ പുറത്തുനിന്ന് ചാടിയിറങ്ങി തുമ്പിക്കൈ പിടിച്ച് ആനയെ പൊയ്കയിൽ നിന്ന് കരയ്ക്ക് കയറ്റുകയും മുതലയെ ചക്രായുധത്താൽ നിഗ്രഹിക്കുകയും ചെയ്തു. പരീക്ഷിത്തെ ഇങ്ങനെ ദേവന്മാർ നോക്കി നിൽക്കെ ആ ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു. ആ സമയത്ത് ദേവന്മാർ, ഋഷികൾ, ഗന്ധർവന്മാർ, ബ്രഹ്മാവ്, പരമശിവൻ എല്ലാവരും ആകാശത്തിൽ അണിനിരന്നു ഗജേന്ദ്ര മോക്ഷ ലീലയെ വാഴ്ത്തി സ്തുതിച്ചു. ആകാശത്ത് നിന്ന് വേദവാദ്യങ്ങൾ മുഴങ്ങി, പുഷ്പവൃഷ്ടിയുണ്ടായി, ഗന്ധർവ ഗാനം മുഴങ്ങി, അപ്സരോ നൃത്തം നടന്നു. ഋഷികളും സിദ്ധചാരന്മാരും എല്ലാം ഭഗവാനെ സ്തുതിച്ചു. ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിത്തീർന്നതായിരുന്നു ഹൂഹു എന്ന ഗന്ധർവൻ. ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായ ഗന്ധർവൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് പാപമുക്തനായി ഗന്ധർവ ലോകത്തേക്ക് പോയി. ഗജേന്ദ്രൻ അജ്ഞാനബന്ധത്തിൽ നിന്ന് മുക്തനായിത്തീർന്നു. പീതാംബരധാരിയായി ചതുർബാഹുവായി ഭഗവൽ പാർഷദ രൂപം സ്വീകരിച്ചവനായി ഭവിച്ചു. ഗജേന്ദ്രൻ പണ്ട് ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവായിരുന്നു. വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിൽ അതീവ ശ്രദ്ധയുള്ളവനും അദ്ദേഹം യൗവനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച്
എല്ലാം ഉപേക്ഷിച്ച് ജടാവൽക്കലധാരിയായി തപസ് ചെയ്യാനായി മലയപർവ്വതത്തിലേക്ക് ചെന്നു. ദിവസം പ്രതി അദ്ദേഹത്തിൻ്റെ ഭക്തി വർദ്ധിച്ചു വന്നു. കാലം ഏറെയായി. ഇന്ദ്രദ്യുമ്നൻ ഒരു പ്രഭാതത്തിൽ സ്നാനം കഴിഞ്ഞ് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് മൗനവ്രതത്തോടെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അഗസ്ത്യമുനി ശിഷ്യന്മാർക്കൊപ്പം അവിടേക്കെത്തിയത്. പൂജയുടെ മധ്യത്തിലായിരുന്നതിനാൽ ഇന്ദ്രദ്യുമ്നൻ എഴുന്നേറ്റ് മഹർഷിയെ സൽക്കരിച്ചില്ല. ഇന്ദ്രദ്യുമ്നൻ അഹങ്കാരിയാണെന്ന് അഗസ്ത്യ മഹർഷിക്ക് തോന്നി. ബ്രാഹ്മണരെ അപമാനിക്കുന്നവനാണ്. ആനയുടേതുപോലെ സ്തംഭിച്ച ബുദ്ധിയോടുകൂടിയവനാണ്. അതിനാൽ ഇവൻ ആനയായിത്തീരട്ടെ എന്ന് ശപിച്ചു. കുംഭീന്ദ്രൻ പോയി ത്രികൂടാജലസരസി മുതാ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ചം മുതല പിടിവിടാതായിരത്താണ്ടുഴന്നാൻ. ഈ ശാപമാണ് ഇന്ദ്രദ്യുമ്നന് ഇങ്ങനെയൊരു അനുഭവത്തിന് കാരണമായത്. എന്നാൽ വളരെ കാലം നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ പൂജിച്ചവനല്ലേ. ഈശ്വര ആരാധന പാഴായി പോകയില്ലല്ലോ. അതാണ് വേണ്ട സമയത്ത് പൂർവജന്മസ്മരണയുണ്ടാവാനും ഭഗവാനെ ആശ്രയിക്കാനും കഴിഞ്ഞത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, അങ്ങ് എന്നെ സ്തുതിച്ച ഈ സ്തോത്രം കൊണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എന്നെ സ്തുതിക്കുന്നവർക്ക് മരണസമയത്ത് ഞാൻ നിർമ്മലമായ ബുദ്ധി നൽകി ഉപദേശിക്കും. ഇത്രയും പറഞ്ഞ് പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് ഭഗവാൻ ഗരുഡാരൂഢനായി മേൽപോട്ടുയർന്നു. ഗുരു പവനപുരേശൻ്റെയും സജ്ജനങ്ങളായ ശ്രോതാക്കളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഗജേന്ദ്ര മോക്ഷം കഥ ഇവിടെ ഉപസംഹരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദനികേതനനാഥ മാമഗദയൻ ഗുരു താമകസേവകം.